ഇവിടെ കയറിയപ്പോൾ ആഫ്രിക്ക കയറിയ മാരത്തെ ഒരു ലുക്ക് ഗൈസ് കണ്ടില്ലേ, എടുത്ത് ഒരു ഇതൊക്കെ ഉള്ള മാതിരി, എന്താണ് കുറച്ച് പച്ചപ്പ് കുറച്ച് വാടിയ പുല്ലുകളൊക്കെ ഉള്ള മാതിരി ഗൈസ് കണ്ട, നല്ല രസമുണ്ട്. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നെല്ലാണോ അറിയില്ല, മറ്റേ കാളാറ്റ് പോണ ഒരിതില്ല, അതന്നെയാണ് തോന്നുന്നുണ്ട് ഗൈസ്. ഇത് ഫുള്ള് ആപ്പിൾ കൃഷിയാണ് കേട്ടോ, ഇത് ആപ്പിൾ കൃഷിയാണ് കേട്ടോ ഗൈസ്. പിന്നെ നാരങ്ങയുണ്ട്, ആപ്പിളുണ്ട്, അടിപൊളി നല്ല രസമുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ ഇടുക്കിലൊക്കെ ഇതാ വീടാണ് കണ്ടില്ലേ, ഇത് ചെറിയ സ്ഥലത്തൊക്കെ അങ്ങനെ ഓരോരോ വീടുണ്ടാവും. ഇവിടെ കൂടുതലും കാണും, ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മലേഷ്യക്കാർ കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ തമിഴന്മാരാണ്, അത് കഴിഞ്ഞിട്ട് ചൈനീസാണ് കേട്ടോ. തമിഴന്മാരാണ് നമ്മൾ ഇവിടുത്തെ തമിഴന്മാർ, മലേഷ്യൻ തമിഴന്മാർ ഐസുള്ള ഇവിടുത്തെ പബ്ലിക് തമിഴന്മാരാണ്. അതേപോലെ തന്നെ നമ്മുടെ വില്ലേജ് കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഭയങ്കര ഹൈവേ, നല്ല വൃത്തിയുള്ള ഹൈവേ ആയിരുന്നു. പിന്നെ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ പോകുന്നതിൻ്റെ വഴിക്ക് ഒരു പോലീസ് സ്റ്റേഷനാട്ടോ നേരത്തെ കണ്ടത്. പിന്നെ സീ ഫുഡിൻ്റെ ഇവിടെ കുറേ സ്ഥലത്തുണ്ടാവും, കുറേ എവിടെ പോകണമെങ്കിലും എടുത്തടുത്ത് സീ ഫുഡ് ഉണ്ടാവും കേട്ടോ. അത് കടലിൻ്റെ അടുത്തായതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ പെട്രോൾസ് കമ്പനി കണ്ടില്ലേ, അതിൻ്റെ അടുക്ക് ഒരു ലോറി വന്നു, ലോറി ഇടങ്ങാറാക്കി. അതാണ് അവിടുത്തെ പെട്രോൾസ് കമ്പനി. ഇതാണ് പിന്നെ ഓയിൽ ഫാം, കുറേ ഓയിൽ ഫാം ഉണ്ട്. ഇതുപോലെ പെട്രോൾ കമ്പനിയാണ്, പെട്രോൾസ്, ഷെല്ല്, എസ്പീഡ് അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ കമ്പനികളുണ്ട്. നാട്ടിൽ എന്തൊക്കെ പെട്രോൾ കമ്പനി ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. നമ്മൾ ലംബൂറായി ഹൈവേ എന്ന് പറഞ്ഞാൽ ഒരു ഹൈവേ കയറി, നല്ല രസമുണ്ട് ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അതുപോലെ തന്നെ എനിക്കങ്ങനെ മലായി വായിക്കാൻ അറിയില്ല, പറയാനേ അറിയുള്ളൂ. നല്ല പറയാനറിയാം, പണ്ട് വായിക്കാൻ അറിയുന്നു, പൊക്കം മറന്നു, ശരിക്കും മറക്കാൻ പാടില്ലായിരുന്നു. വായിക്കാൻ അറിയില്ല, നല്ല പറയാനറിയാം. മുമ്പ് മലയാളി സ്കൂളിൽ പഠിച്ചപ്പോൾ കണ്ടില്ല, നല്ല രസമുണ്ട് കണ്ടോ. വാ, ഇതാണ് മരം വീട് കേട്ടോ ഇവിടുത്തെ ഗൈസ്.